മറ്റാരുണ്ട് LDF അല്ലാതെ? എന്തായി? ഒന്നും ആയില്ല. എന്തെങ്കിലും നടക്കുവോ? ദൈവത്തിനറിയാം. ടെൻഷൻ അടിക്കണ്ട. കേട്ടവരെ നീ പോണില്ലേ ഇവിടുന്ന്? എടാ എല്ലാത്തിനും വിളിച്ചോണ്ട് പോടാ. ഉശിരോടെ വിളിക്കുന്നുണ്ടല്ലോ ആ മക്കളെന്ന്. പോയില്ലേ? ഞങ്ങളങ്ങനെ ചുമ്മാ പോകാൻ വന്നതല്ല. ഞങ്ങളുടെ കൊച്ചിനെ അവൻ താലി കെട്ടി കൊണ്ടുവന്നതാ. ഞങ്ങൾ വേറെ എവിടെ പോകാൻ? അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറയുന്നു, ഞങ്ങൾ പോകില്ല 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 ഞങ്ങൾ ഇവിടുന്ന് പോകില്ല ഞങ്ങൾ ഇവിടുന്ന് പോകില്ല 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 ഞങ്ങൾ ഇവിടുന്ന് പോകില്ല ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു പെൺകുട്ടിയെ വീണ്ടാത്ത് കയറ്റാൻ വേണ്ടിട്ട് എല്ലാരും കൂടെ കിടന്ന് സമരം വിളിക്കണം. അമ്മമ്മോ, യവനെ ഇവന്റെ ആൾക്കാർ ഇവിടെ കിടന്ന് കാണിക്കുന്നതേ കുറച്ച് ഓവറല്ലേ? എടോ അമ്മാവാ, എന്റെ ക്ഷമ നശിച്ചു നിൽക്കുക. എന്തൊരു ദ്രോഹമാണോ ഈ കാണിച്ചത്? ഈ കൊച്ചിന്റെ അച്ഛനും അമ്മ ഏതാ? നീ ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ സുദർശൻ, പെണ്ണിന്റെ ഒരു അമ്മാവൻ. അമ്മൂമ്മ, ഞങ്ങൾക്ക് പറയാനുള്ളതും കൂടെ ഒന്ന് കേക്ക്. അങ്ങനെ ചുമ്മാ വലിച്ചിറക്കിക്കൊണ്ട് വന്നോന്നല്ല എന്നെ. 4 ആൾക്കാർ മുന്നിൽ നല്ല അന്തസ്സോടെ കെട്ടിക്കൊണ്ട് വന്നത് എന്റെ കേശുവേട്ടൻ. എന്നാലേ കെട്ടിയ താലി കെട്ടിയ പട്ടിനെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. ചുമ്മാ ഒരുമാതിരി വർത്തമാനം പറയാതിരിക്കല്ലേ. മോളെ, അങ്ങനെ അമ്മാവനെ പോലെ ചാടി കയറി കയ്യബദ്ധം കാണിക്കല്ലേ. ഒന്നില്ലെങ്കിൽ നിന്റെ ഭർത്താവിന്റെ ചേച്ചി നമ്മുടെ അമ്മൂമ്മയല്ലേ അത്? ആരാണോ നിന്റെ അമ്മൂമ്മ? ആരാ നിന്റെ അമ്മൂമ്മന്ന്? ശേഷേ എല്ലാരും വിളിച്ചിട്ട് പോവാൻ നോക്ക് നീ. അമ്മായിയെ അമ്മായി നിർത്തിക്കേ. മീനുകെട്ടോ ഒന്ന് മാറി. അമ്മായിയെ, ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എവള് നേരത്തെ പറഞ്ഞ പോലെ ഒളിച്ചോടിക്കൊണ്ട് വന്നൊന്നുമല്ല നമ്മള്. നല്ല അന്തസ്സായിട്ട് വിളിച്ചു വരുത്തിയ ആൾക്കാരുടെ ഫ്രണ്ടിൽ വെച്ച് എവളുടെ കഴുത്തി ഞാൻ താലി കെട്ടി കൊണ്ടുവന്ന എന്റെ പെണ്ണ. എവളെയും വിളിച്ചോണ്ട് ഞാൻ എങ്ങോട്ടും പോവില്ല പോവില്ല പോവില്ല. ഗൗരിയമ്മായെ, ഞങ്ങൾ അങ്ങനെ ചുമ്മാ ഇറക്കി വിടാനൊന്നും പറ്റത്തൊന്നുമില്ല. ലച്ചുവച്ചിക്കും ശിവാനിക്കും പാറുകുട്ടികളുള്ളതുപോലെ ഈ വീടിന്റെ ഒരു ഓഹരി എന്റെ കേശുവേട്ടന് അവകാശപ്പെട്ടതാ. ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ട്. കൂടെ അമ്മാവനും ഉണ്ട്. കൊള്ളാമല്ലോ പിള്ളാരെ, പറഞ്ഞതൊക്കെ കേട്ടോ? വന്ന് കേറിയില്ല, അതിനുമ്പേ അവകാശം പറഞ്ഞു തുടങ്ങിയില്ലയോ? ലച്ചുവേ, പറഞ്ഞതൊക്കെ കേട്ടോ? നിന്റെയും നിന്റെ ആൾക്കാരുടെ കോപ്രായം ഒന്നും കണ്ടോണ്ടിരിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഇവിടെ കുടുംബത്ത് പറഞ്ഞവര് താമസിക്കുന്ന നീ ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിക്കോ. പിന്നെ ഒരു കാര്യം കൂടെ, നീ എന്റെ ജന്മത്തലേന്ന് വിളിച്ചു പോരുത്. അങ്ങനെയാണെങ്കിൽ അളിയാ ഇപ്പൊ അളിയെന്ന് വിളിച്ചേ. അത് പിന്നെ ഒരു ഫ്ലൈക്ക് വിളിച്ചത് ഞാനാ. ഇതുപോലെ നിന്നെ പകുതി കാര്യം അറിഞ്ഞോണ്ട് കേശുവിനെ പറയരുത്. വലിയൊരു സൽക്കർമ്മം ചെയ്തോണ്ടാ കേശു ഇവിടെ നിൽക്കുന്നത്. എന്ത് സൽക്കർമ്മം? കൊറേ നേരമായിട്ട് സൽക്കർമ്മം സൽക്കർമ്മം എന്ന് പറയുന്നുണ്ടല്ലോ. എന്ത് സൽക്കർമ്മ ചെയ്തത്? അളിയാ പറഞ്ഞു കൊടുളയാ. നിന്റെ കാര്യത്തിൽ ഞാൻ ഒന്നും പറയത്തില്ല. അതാനാരുവാ? ഈ അളിയല്ല, എന്റെ സ്വന്തം അളിയൻ, എന്റെ മീനൂട്ടിയുടെ ആങ്ങള. പറഞ്ഞു കൊടളിയാ. ഇന്ന് രാവിലെ 10നും 10:30ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ എന്റെ ഈ പെങ്ങളുടെ കല്യാണം നടക്കായിരുന്ന അപ്പഴാ ചെറുക്കൻ ഒളിച്ചോടി. അവന് ബുദ്ധിയുണ്ട്, അതുകൊണ്ട്. എന്റെ അനന്തരവളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് ആ സമയമായപ്പോ അവൻ വേറെ പെണ്ണിനെ കൊണ്ട് മുങ്ങി. അവനെ ഞാൻ പിന്നെ കണ്ടോളാം. അങ്ങനെ എന്റെ കൊച്ചിന്റെ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോ മുന്നും പിന്നും നോക്കാതെ ഈ കൊച്ചിന്റെ കഴുത്തിൽ താലി കെട്ടിയവരാണ് കേശു. അത്രക്ക് നന്മയുള്ളവരാണ് ഈ കേശു. നിനക്ക് അപ്പുറത്ത് പോണേ ഇവിടെ നിക്കണം. വായ വെച്ച് മിണ്ടാന്നോളാം. പറഞ്ഞല്ലോ,
ഞാൻ സുദർശൻ, പെണ്ണിന്റെ ഒരേ ഒരു അമ്മാവൻ. ഞാൻ വിചാരിച്ചു കാരണം പോയക്കൊരെണ്ണം കിട്ടിയത്. ഞാനിവിടെ ഉള്ളപ്പോഴാണ്. ചിലപ്പോ കിട്ടും. അമ്മ അമ്മ ഇങ്ങനെ വിഷമിക്കാതെ, രാവിലെ ഒന്നും കഴിച്ചില്ല, കുറച്ച് വെള്ളമെങ്കിലും കുടിക്ക്. அம்மா இப்படி வருத்தப்படாதீங்க அம்மா. நம்ம கேசு அந்த பொண்ணையெல்லாம் விட்டுட்டு கண்டிப்பா வருவாம்மா. അവൻ ഇങ്ങോട്ട് വരണ്ട, അവൻ എവിടാന്ന് വെച്ചാ പൊക്കോട്ടെ. സിദ്ധു ലച്ചു എവിടെ? അവർ രണ്ടുപേരും പുറത്തേക്കുന്നു. ഭയങ്കര വഴക്കാ. മിക്കവാറും കേശവന്റെ കാര്യത്തിൽ തീരുമാനം. വന്ന് കേറിയില്ല, അതിനു മുമ്പേ നമ്മൾ അവകാശം ചോദിച്ചു കേട്ടായിരുന്നു. പടവലത്തെ വീട് സ്ഥലം എല്ലാം കൂടെ ലച്ചുവിന്റെ പേരിൽ എഴുതി വെക്കണം. അതെങ്ങനെ ശരിയാവും? ഇപ്പൊ ഞങ്ങൾക്കൊന്നും ഷെയർ ഇല്ലേ? അതന്നെയല്ല അപ്പൊ നമ്മളെ ഷെയറോ? அம்மா நீங்க எனக்கு ஒரு 10 சென்ட் தரேன்னு சொல்லிருக்கீங்கல்ல. കുടുംബം കലങ്ങി നിൽക്കുമ്പോഴാ നിന്റെയൊക്കെ ഷെയർ ഇല്ലയോ? ഓ ഓ ഓ അങ്ങനെ. അപ്പൊ ലച്ചൂര് എഴുതി കൊടുക്കണ കാര്യം പറയുമ്പോ ഈ കുടുംബം കലങ്ങലൊന്നും ഇല്ല അല്ലേ? എന്റെ ഗൗരി ഒന്നും മിണ്ടാതെ നിക്ക്. എന്റെ ഭഗവാനെ, ഇതൊക്കെ കാണാനും കേൾക്കാനുമാണോ നീ എന്നെ അങ്ങനെ ഇട്ടേക്കുന്നത്? എന്നെ അങ്ങ് എടുക്കണേ അങ്ങ്. അതിനു മുമ്പ് എനിക്ക് ഷെയർ തരണേ. എന്റെ അമ്മ, ചിലതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും മാത്രം ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. அம்மா இங்க இருக்க உங்களுக்கு பிடிக்கலனா നമ്മൾക്ക് മധുരയ്ക്ക് പോലാമോ? പോകാം. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ അവൻ അവളെ കൊണ്ട് ഇവിടെ പൊറുതി തുടങ്ങും. അയ്യ, ലച്ചു ഉള്ളപ്പോ അതൊന്നും നടക്കൂല. എന്ന് ആര് പറഞ്ഞു? അവളെ സോപ്പിട്ടേ കാര്യങ്ങളൊക്കെ അവന്റെ വരുതിക്കാക്കാൻ അവന് നല്ല മിടുക്കാം. ഞാൻ അതെല്ലാം ആലോചിക്കണേ. ഈ ചെറുക്ക് എന്ത് ഭാവിച്ചിട്ടാണ്? ആ കൊച്ചിനൊരു 19-20 വയസ്സല്ലേ വരുള്ളൂ. എന്നാലും കാണാനല്ല ഭംഗി. ஆமா பாரு, அவளோட சிரிப்பு ரொம்ப அழகா இருக்கு. கண்ணு மொட்டை மாதிரி ரொம்ப அழகா இருக்குல்ல. അമ്മമ്മേ, അവര് തമ്മിൽ കാണാൻ നല്ല ചേർച്ചയുണ്ട്. ഇതങ്ങ് സമ്മതിച്ചാലാ? പിള്ളേരല്ലേ. മിണ്ടി പോവരുത്. മെർലിന്റെ കാര്യം വന്നപ്പോഴും ഇത് തന്നെ അവള് പറഞ്ഞത്. അമ്മമ്മോ, ഓ സീനാണ്, മൊത്തം വിഷയമാണ്. ലച്ചു എവിടെ? അവളതേ വായത്തോന്നൊക്കെ വിളിച്ച് പറഞ്ഞ് വഴക്കിട്ട് ഒരു വിധത്തിൽ അവരെ ഗേറ്റിനെ പുറത്താക്കിയിട്ടുണ്ട്. അവൾ എന്റെ കൊച്ചുമോളാ. അമ്മമ്മ, അവളുടെ വായിരിക്കുന്നത് കേക്കണം. ആ ഏരിയയിൽ നമ്മളാരും നിക്കത്തില്ല. അമ്മമ്മ അറിഞ്ഞല്ലോ അമ്മമ്മയുടെ കൊച്ചുമോളാണെന്ന്. അപ്പൊ ആ ഗുണമൊക്കെ കാണിക്കും. എപ്പോഴാ സ്വഭാവം അറിഞ്ഞത് പറയാൻ പറ്റും. അമ്മമ്മോ, ഇതിപ്പോ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടാണല്ലോ കല്യാണം കഴിഞ്ഞത്. അതുകൊണ്ട് ഉറപ്പായിട്ടും അവിടെ വെച്ചിട്ട് രജിസ്റ്ററിൽ ഒപ്പിടാൻ സാധ്യതയുണ്ട്. അത് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ 1-1.5 ആഴ്ചക്കുള്ളിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആവും. പ്രശ്നം അതല്ല. ഇവിടെ പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ട് കല്യാണ മണ്ഡപത്തിൽ ഇരുന്ന പെണ്ണിന്റെ ബന്ധുക്കളെല്ലാം കൂടെ ബസ് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പോവാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ആഹാ, അത് ശരിയാവത്തില്ലല്ലോ. വിളിക്ക്. പാഴൂരും പടവലത്തും നെയ്യാറ്റിൻകരയും കുഴിപ്പളത്തും ഒക്കെ വിളിക്ക്. നമുക്കും ബന്ധുക്കളൊക്കെ ഉണ്ടെന്നൊന്ന് അറിയട്ടെ. എന്തിന് ഇനി അവരെയും കൂടെ വിളിച്ചറിയിച്ച് ഇനി നാണം കെടാനാ? എന്റെ ഒരു സംശയത്തില് ഇത് കല്യാണമല്ല, വേറെന്തോ ഒരു പ്ലാനിങ്. ഇത് വേറെ പ്ലാനിങ് ആവാറുന്ന സാധ്യതയില്ല. കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് അന്വേഷിച്ചായിരുന്നു മുമ്പേ. സത്യത്തില് കേശു അവന്റെ കൂട്ടുകാരന്റെ കൂടെ ഒരു കല്യാണത്തിന് സദ്യ കഴിക്കാൻ വേണ്ടി പോയതാ. അവിടെ വെച്ചിട്ട് ഈ പറഞ്ഞ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ ഏറ്റ ചെക്കൻ മുങ്ങി. അപ്പൊ പെണ്ണിന്റെ അച്ഛനും അമ്മയും വൻ കരച്ചില്, എന്റെ മോളെ ഇനി ആര് കിട്ടും, എന്റെ മോളെ ഇനി ആര് കിട്ടുമെന്ന്. അങ്ങനെ ഇരിക്കെ കേശു കയറി ഏറ്റെടുത്ത കല്യാണമാണ് ഈ കല്യാണം. അല്ലെങ്കിലും കണ്ണീര് കാണുമ്പോ മനസ്സറിയണ സ്വഭാവമാണ് അവന്റെ. சரி, அப்படின்னா நம்ம கேசு வேறொரு கல்யாணத்துக்கு போய் இந்த மாதிரி ஏதாவது ஒரு விஷயம் நடந்ததுன்னா அந்த பொண்ணையும் இவன் திருமணம் செய்வானோ? എന്റെ പൊന്ന് കനകേച്ചി, വെളിവില്ലാതെ ഓരോന്നും വിളിച്ച് പറയല്ലേ. നീ എന്ത് ചെയ്യും സിദ്ധു മോനെ? ഞാൻ ആലോചിച്ചോട്ടെ, പ്രത്യേകിച്ച് ഐഡിയ ഒന്നും വരുന്നില്ല. ഞാനേ ഈ ലച്ചുവിന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം നീ ഈ ഗേറ്റിനപ്പുറത്തേക്ക് പോത്തില്ല. കേറാനാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണെങ്കിലും കേറും. ഒന്ന് കേറി കാണിച്ചേ, ചേച്ചി ഒന്ന് കാണട്ടെ. ഇവിടെ വാടാ ഇങ്ങോട്ട്. എന്ത്
ഭാര്യനെ നോക്കണേ. ഓ, ഭാര്യ വഴക്ക് പറയായിരിക്കും അല്ലേ? അതെ, ഭാര്യനെ പേടിച്ച് ജീവിക്കുന്ന ഒരുത്തരല്ല ഈ കേശു. അത് മാത്രമല്ല, എന്തിനും ഏതിനും ഭാര്യയുടെ അനുവാദം മേടിക്കുന്നവനല്ലേ ഈ കേശു. കേട്ടാ മേനോട്ടി, ഞാനൊന്ന് പോയിട്ട് വരട്ടോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഭാര്യ കൂടെ ഉണ്ട്, തല്ലല്ലേ, അണക്കേടാണ്. അതെ, നീ എന്ത് ഭാവിച്ചാണ്? ഇതേ കുട്ടിക്കളിയല്ല, എന്റെ ജീവിതം വെച്ചുള്ള കളിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഒന്നില്ലെങ്കിൽ എന്നെ വിളിച്ചു ചോദിക്കണം, അല്ലെങ്കിൽ അമ്മൂമ്മനെ വിളിച്ചു ചോദിക്കണം. നീ എന്തെങ്കിലും ചെയ്താ? അങ്ങനെ ഇപ്പൊ ഞാൻ വിളിച്ച് നിങ്ങളുടെ അടുത്ത് അനുവാദം ചോദിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് അനുവാദം തരുമായിരുന്നോ? കെട്ടാൻ സമ്മതിക്കുമായിരുന്നോ? എടാ നീ കല്യാണം കഴിച്ച മുട്ടിക്കുമായിരുന്നോ? അങ്ങനൊന്നും ചേച്ചി, നടന്നതൊക്കെ സംഭവിച്ചു, അങ്ങനെ വിട്ടേക്ക്. ഇനി എന്റെ മുന്നോട്ടുള്ള ജീവിതത്തില് എന്റെ കൂടെ നടക്കേണ്ടവളാണതോ എന്റെ മീനുട്ടി. അവക്ക് വേണ്ടി ആരെയും പിണക്കാൻ ഞാൻ തയ്യാറാണ്. ഇപ്പം ഭാവിയില് ചിലപ്പോ ഞാനും ചേച്ചിയും തമ്മിൽ ഒരടി ഉണ്ടായെന്നിരിക്കാം. എന്നാലും എന്റെ മീനുട്ടിയുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് പുറത്തു വരാൻ ഈ കേസ് സമ്മതിക്കില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. അത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. വിളിക്കല്, അവക്കൊരു പേരുണ്ട്, മീനു. മീനുട്ടി എന്ന് വിളിച്ചാൽ മതി. ഞാൻ എന്റെ പട്ടി വിളിക്കും. അളിയനെ കൊണ്ട് നമുക്ക് പിന്നെ വിളിപ്പിക്കാം. ഇവിടെ എന്താ ചേച്ചി, അനുഗ്രഹിക്കാൻ വിളിച്ചാണോ? അനുഗ്രഹിക്കാനല്ല, കൈ നീട്ടി ഒരെണ്ണം തരാൻ വിളിച്ചതാ. എന്താ ഉദ്ദേശം? കല്യാണം കഴിച്ച് താലി, ഇനി കേശവനോട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. പക്ഷേ നീ എന്തറിഞ്ഞിട്ടാണ് ഇവനെയൊക്കെ കെട്ടിയത്? ഇവനെ പോലത്തെ ഒരു കോഴീനെ ഉണ്ടല്ലോ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചേച്ചി, കേശവൻ അങ്ങനെയൊന്നും പറയരുത്, എനിക്കതൊന്നും ഇഷ്ടമല്ല. എന്റെ കൊച്ചേ, ഇവനുണ്ടല്ലോ വേറൊരു ലൈനുണ്ട്. മെർലിൻ എന്നാണ് പേര്. കുറെ വർഷമായിട്ട് രണ്ടുപേരും കൂടെ പ്രണയിച്ചോണ്ടിരിക്കുക. ഇപ്പഴല്ല മനസ്സിലായത്, ആ കൊച്ചിന് ഇവനോടൊക്കെ ദിവ്യ പ്രണയമായിരുന്നു. പക്ഷെ ഇവന് പ്രണയമൊന്നും ആയിരുന്നില്ല, അഭിനയമായിരുന്നു. മെർലിന്റെ കാര്യമല്ലേ, അതൊക്കെ എനിക്കറിയാം. കാറിൽ വെച്ചിട്ട് കേശവട്ടന്റെ അടുത്ത് പറഞ്ഞതാ. ഇനി കേശവട്ടന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ. കഷ്ടം. എന്റെ കൊച്ചെ, നീയൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കണത്? എന്റെ കൊച്ചെ, നിന്റെ കല്യാണത്തിന് സദ്യ തിന്നാൻ വന്നവനാണ് ഇവൻ. ഇതാരുടെ കല്യാണമാണെന്ന് പോലും ഇവൻ അറിയാൻ പാടില്ല. എങ്ങോട്ടോ പോകുന്ന വഴിക്ക് കല്യാണ ബോർഡ് കണ്ട് സദ്യയുടെ മണം അടിച്ച് കേറിയതാ. സത്യം പറയാലോ, ഇവര് നീ ആരാണെന്ന് അറിയാൻ പാടില്ല, നിനക്ക് ഇവൻ ആരാണെന്ന് അറിയാൻ പാടില്ല. പക്ഷെ എനിക്ക് ഞാൻ ആരാണെന്ന് അറിയാം. ഞാൻ സുദർശൻ, പെണ്ണിന്റെ ഒരേ ഒരു അമ്മാവൻ. പ്രായത്തിന് മൂത്താ നോക്കൂല, നീ വാ തുറന്ന് വാരിക്കണേ. കൊച്ചെ, ഞാൻ ഒരു സത്യം പറയാം. നിന്റെ ജീവിതം ഉണ്ടല്ലോ, ഇതോടെ കട്ടപ്പോക. നിങ്ങളുടെ കൂടെ ഞങ്ങളാരും ഉണ്ടാവില്ല. ലച്ചേച്ചി, അതെന്ത് വർത്താനാണ്? അതെ, കേശുവിന്റെ കൂടെ താങ്ങും തണലായിട്ട് ഞാൻ ഉണ്ടാവും, എന്റെ പിള്ളേരും ഉണ്ടാവും. അപ്പൊ ഞാനില്ലേ? അമ്മാവനും ഉണ്ടാവും, ഞാനും ഉണ്ടാവും. അവനെ എന്റെ മുത്താണ്, അവന് വേണ്ടി ഞാൻ ജീവൻ വരെ കൊടുക്കും. കൊടുക്കില്ലടാ ജോഷുവ, വന്നേപ്പാ. ഏറ്റ് കൊറേ നാളും കൊണ്ടേ ഞാൻ ഓങ്ങി വെച്ചേക്കുവേ. നീയൊക്കെ കൊണ്ടുപോയിട്ടാ ഇവരെ ചീത്തയാക്കണത്. നന്ദി. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ചോദിച്ചത് കേട്ടില്ലേ? ഇവിടെ ആരുമില്ലെന്ന്. കേട്ടില്ല, ഇവിടെ ആരുമില്ലെന്ന്. എക്കോ വേണ്ട, ഞാൻ ചോദിച്ചോളാം. ഇവിടെ ആരുമില്ലെന്ന്. ഇവിടെ ആരുമില്ലെന്ന്. ഏയ്, ഇവിടെ ആൾക്കാരുണ്ട്. ഇവിടെ വന്നപ്പം ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് കണ്ടതല്ലയോ? പിന്നെന്തിനാ ഇവിടെ ആരുമില്ല, ഇവിടെ ആരുമില്ലെന്ന് ചോദിക്കുന്നേ? ഇപ്പൊ വന്നപ്പോ ആരെയും കണ്ടില്ലായിരുന്നു, അത് കാരണം ചോദിച്ചതാ. ചേട്ടാ, സുദർശനൻ മാമൻ. സുദർശനൻ മാമ, നിങ്ങളുടെ അനന്തരവളയും നിങ്ങളെ പുതിയ മരുമോനുണ്ടല്ലോ, അവരെ രണ്ടുപേരെയും കൂടെ വിളിച്ചോണ്ട് ഇപ്പൊ സ്ഥലം കാലിയാക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും പോലീസിനെ വിളിക്കും. വിളിക്കും, പോലീസിനെ വിളിക്കും.
നിയമപരമായിട്ട് ഇവിടെ എന്റെ അനിയത്തിനെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്ന അല്ല മമ്മ. അതെ മനു. ഭർത്ത വീട്ടിലെ പീഡനം അത് ഞാൻ അനുവദിക്കുന്നില്ല. എന്റെ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് ഒക്കെ ഇത് അറിഞ്ഞിട്ടുണ്ട്. എല്ലാരും ഇപ്പൊ ഇങ്ങ് വരും. സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളത് നിന്റെ അളിയന്മാരാ. ദേ വെറുതെ പേടിപ്പിക്കാൻ നിക്കല്ലേ, ഇറങ്ങി പോടാ പേടിപ്പിക്കാതെ. നിങ്ങളൊരു പഴയ ഫ്യൂഡൽ മാടമ്പിയാണെന്ന് ഞാൻ കേട്ടിരിക്കണോ? ഏയ് ചേട്ടാ നിർത്തിക്കോ. നിങ്ങളെ ഇത് ആരോടാ സംസാരിക്കുന്നത് പോലെ പിടിയുണ്ടോ? ഒരു കാലത്ത് നാടുവാണ കുടുംബത്തിലെ ഒരു അംഗമാണിത്. അങ്ങ് ചോനറത്തല മാത്രമല്ല, അങ്ങ് പാഴൂരും. നിങ്ങളൊന്ന് മര്യാദക്ക് വിളിച്ച് അന്വേഷിച്ച് നോക്ക് ആരാ മുതലെന്ന്. അന്വേഷിക്കാനൊന്നുമില്ല. പാവപ്പെട്ടവരെ കണ്ടു കഴിഞ്ഞാൽ വെറുപ്പോടുകൂടി കാർക്കിച്ച് തുപ്പുന്ന ചോനറത്തലയിലെ ഭവാനിയമ്മ. ഇതൊക്കെ ആര് പറഞ്ഞു? കേശു പറഞ്ഞു. നിങ്ങളുടെ കുടുംബചരിത്രം എല്ലാം പറഞ്ഞു. ദ്രോഹി. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയേ, ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഞാനൊരു വക്കീലിനെ വിളിച്ചായിരുന്നു. ഇയാളെ ആരെയാണെന്ന് വെച്ചാൽ വിളിച്ചോ, ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ട് IAS വക്കീലും മജിസ്ട്രേറ്റും ഒക്കെ. പിന്നെ ജയിലും ഗോതമ്പുണ്ടയൊന്നുമേ അമ്മമ്മയുടെ കുടുംബത്തിലുള്ള ആർക്കും ഒരു വിഷയമേ അല്ല. ഞങ്ങളെ പഴയ ഗുണ്ടാ കുടുംബം. பெரியவங்கெல்லாம் பேசுறாங்கல்ல. ഓ പിന്നെ 8ഉം 8ഉം തിരിയാത്തവര് ഇവിടെ കല്യാണം കഴിക്കുന്നത്. പിന്നെ ഞാൻ സംസാരിച്ച കുഴപ്പം. ഇയാളാര് ഞങ്ങളെ കൊച്ചിന്റെ അടുത്ത് വാമൂടാൻ പറയാ? ഞങ്ങള് പറയാം എപ്പ അവളുടെ അടുത്ത് വാമൂടണോന്ന്. ഞങ്ങള് പറഞ്ഞ പോലെ അവള് കേൾക്കാറില്ല. പിന്നെയാണ് മാമ എന്തോ പറഞ്ഞോണ്ടിരുന്നില്ലേ? മാമൻ പറ. എന്തൊക്കെയായാലും എന്റെ വക്കീല് ഉടനെ ഇവിടെ എത്തും. ശരി, അങ്ങനെയാണെങ്കിലേ നമുക്കൊരു ധാരണയിലെത്താം. എന്താണ് നിങ്ങളുടെ ഡിമാൻഡ്സ്? അങ്ങനെ വഴിക്ക് വാ. ഞങ്ങളുടെ ആവശ്യം ഞങ്ങളിപ്പോ പറയാം. ഈ വീടിന്റെ മുകളിലത്തെ നിലയിൽ കേശുവിനും എന്റെ അനന്തരവൾക്കും താമസിക്കാനുള്ള സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കുക. സൂപ്പർ. അല്ലെങ്കിൽ ഇവര് താഴെ നിൽക്കട്ടെ, നിങ്ങൾ വേണം താമസിച്ചോ അല്ലേ? അങ്ങനെ മതി മീനുട്ടാ, മതി മതി. ഇനി അത് നിങ്ങൾക്ക് സമ്മതമല്ലെങ്കിൽ പടവലത്തിന്റെ താക്കോല് നിങ്ങൾ കേശുവിന്റെ കയ്യിൽ കൊടുക്കും. ഇവർ രണ്ടുപേരും അവിടെ സുഖമായിട്ട് ജീവിക്കട്ടെ. അങ്ങനെ മതിയോ മീനുട്ടാ? അങ്ങനെയായാലും മതി. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാം കൂടെ പടവലത്തേക്ക് നോക്കോ. അളിയനും പെങ്ങളും ഇവിടെ താമസിക്കട്ടെ. അതായാലും മതി. മോനിങ്ങോട്ട് മാറിക്കേ. മോക്ക് ഇവിടെ താമസിക്കാനാണ് ഇഷ്ടം. മാമനോട് പറ, മാമൻ സാധിച്ചു തരാം. അതിപ്പോ അങ്ങനെ ചോദിച്ചാ മാമൻ പറയാ, മാമൻ സാധിച്ചു തരാം. മാമൻ ഇവിടെ വീട് സ്ഥലം വല്ലതും മേടിച്ചു വെച്ചിട്ടുണ്ടോ താമസിപ്പിക്കാൻ? അമ്മ അവർക്കേ വിവരമില്ല. അതിന്റെ ഇടയിൽ കൂടെ അമ്മയും കൂടെ തുടങ്ങാതെ. അതെ അതെ അതെ, ഞാൻ ഒരു കാര്യം പറയട്ടാ. വെറുതെ നമ്മളെല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി വെറുതെ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ നാണക്കേടാണ്. പിന്നെ കേസിന് പോകാനാണ് ഭാവമെങ്കിൽ കേസ് നമ്മളെ ജയിക്കൂ. ഒന്ന് പോയടാ അളിയ അവിടുന്ന്. കേസിന് പോന്നു. നീ എന്തായി പറയണേ? അളി എന്തിനാണ് പറയണേ? അളിയന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളുടെ എല്ലായിടത്തും കൂടെ പറയാനുള്ളതാണ്. ഒരു പാവം കുട്ടിയുടെ ജീവിതം വെച്ചാണ് നിങ്ങളൊക്കെ അമ്മാനമാടുന്നത്. ലച്ചു എവിടെ? ലച്ചുവിനെ വിളി. ലച്ചുവും ലച്ചുവിന്റെ ഭർത്താവും ഒക്കെ അങ്ങ് കുഴിപ്പള്ളത്ത് എട് പാക്ക് ഇറങ്ങ്. നിർത്തറ. നീ ആരോടാ എന്തോ സംസാരിക്കുന്ന വല്ല പിടിയുണ്ടോ? മര്യാദക്ക് സംസാരിച്ചതിനെ കറടിച്ച് പിടിച്ചോളയും. ഓഹോ, അങ്ങനെയാണല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാരും കേൾക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം. ഇനി മുതൽ എന്റെ ഈ നിൽക്കുന്ന മാവനും അളയിലും പൊന്നുപോലെ നോക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ കുട്ടികളെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഈ കേസ് ഒരു സെറ്റപ്പ് ആവുന്നത് വരെ, ടേബിൾ ആവുന്നത് വരെ, എന്നാ അതാവുന്നത് വരെ ഇവർക്ക് രണ്ടുപേർക്ക് നിങ്ങൾ ചെലവിന് കൊടുക്കണം. അയ്യേ, ഇവര് ചെലവിന് കൊടുക്കാനാ? അല്ല, ചെലവിന് കൊടുത്തില്ലെങ്കിൽ എന്റെ അനന്തരവളെ നിങ്ങൾ ഇവിടെ ഗാർഹിക പീഡനം നടത്തിയെന്ന് പറഞ്ഞ് ഞാനൊരു കേസ് അങ്ങോട്ട് കൊടുക്കും. 1-ാം പ്രതി ഭവാനിയമ്മ. അമ്മുമ്മ ആട്ടി വിട്ടല്ലേ? ലച്ചു, ലച്ചു, ഇവര് പറഞ്ഞത് കേട്ടായിരുന്നോ നീ? ഇവർക്കേ ഇവിടെ നിക്കണോന്ന്, അല്ലെങ്കിൽ അങ്ങ് പടവലത്ത് നിക്കണമെന്ന്. ഇവളെയും കൊണ്ട് ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല.
ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കത്തില്ല. ഈ പാപൊക്കെ നീ എവിടെ കൊണ്ടേ കഴുകി കളയൂടാ? ചേച്ചി, എന്റെ ഈ മീനുട്ടി എവൾ എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം എന്റെ ജീവിതം ഒരു പൂങ്കാവനമായിരിക്കും. പൂങ്കാവനം. ശരി, അങ്ങനാണെങ്കിൽ എനിക്ക് പടവലവും വേണ്ട, ഇവിടെ പാറമടയും വേണ്ട. പ്രശ്നം കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ തരത്തില്ല. എനിക്ക് വേണ്ട കുരിപ്പേ. അടയാ, പടവലവും വേണ്ട, പാറമടയും വേണ്ട. അപ്പോഴോ? എടാ, അങ്ങനെ നീ ജീവിച്ച നീ ഒരു ഒത്ത പുരുഷനാണെന്ന് ഞാൻ പറയും. അങ്ങനെ ശരി, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടവും വേണ്ട, അവിടവും വേണ്ട. പക്ഷേ അളിയൻ കുഴിപ്പള്ളത്ത് മേടിച്ചിട്ടേക്കണ 30 സെന്റ് നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിലുള്ളത് അത് ഇങ്ങ് എന്റെ എവരുടെയും പേരിലോട്ട് മാറ്റി തന്ന പ്രശ്നം കഴിഞ്ഞു. ഞങ്ങളുടെ 30 സെന്റ് സെന്റിന് 7 ലക്ഷം രൂപ വിലയുള്ളത്. 30 × 7 2 കോടി 10 ലക്ഷം രൂപ ഞങ്ങളെ നിനക്ക് ചുമ്മാ തരണം അല്ലടാ? അതെന്താ അങ്ങനെ ടോക്ക് ചില്ലിക്കാച്ച് വ്യാരി വീശ ഇത്രയും സ്വത്ത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോവല്ലേ? എന്റെ നെഞ്ചത്തെ ചവിട്ടിട്ടാണോടാ നീ പോണേ? അതെ, വേണ്ടി വന്നാൽ ഞാൻ എന്റെ അളിയന്റെ നെഞ്ചത്ത് ചവിട്ടിട്ട് ഞാൻ ജീവിക്കും. ഇപ്പൊ എന്താണ് 30 സെന്റ് തരാൻ പറ്റൂലേ? പറ്റില്ല. പറ്റൂലേ? പറ്റില്ല. എന്തൊരു നെമ്മാറ വെടിക്കട്ടെ അവിടെ. ശരി, അങ്ങനാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എന്റെ പൊന്നുമോളെ, നീ വലത് കാല് വെച്ച് അങ്ങോട്ട് കേറ്. ആരാ തടയണമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. അപ്പൊ 2 തവണ ഏത് കാലം വെച്ചാ കേറിയത്? നീ വയമ്പത്തിനുണ്ടായിരുന്ന കാലാവധി അറിയാം ഞാൻ കേട്ടാ. അല്ല പിന്നെ എന്റെ പൊന്നുമോള് വലത് കാലം വെച്ച് കയറാ. നിങ്ങള് കൊരവീട് ഇവിടെ വിളക്കോ എടുക്ക ആരുമില്ല. നീ ഒന്നേ എന്നെ അങ്ങനെ തോപ്പിക്കാനും നോക്കണ്ട. ഞാൻ പോന്നു. എങ്ങോട്ട് പോണ്? പടവലത്തോട്ടല്ല, പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും. എവിടെ വീണ് ചാവുന്നു അവിടെ വരെ. ഇതൊക്കെ കാണാനായിരിക്കും ദൈവം എന്നെ ഇങ്ങനെ ഇട്ടേക്കുന്നത്. എന്റെ ദൈവമേ, ആ മനുഷ്യൻ നേരത്തെ പോയത് നന്നായി. പാവപ്പെട്ട മനുഷ്യൻ, അല്ലെങ്കിൽ ഇതൊക്കെ കാണേണ്ടി വരത്തില്ലായിരുന്നു. ഞാൻ പോന്നു. നശിപ്പിക്കാനായിട്ട് അമ്മൂമ്മ ഇത് അതങ്ങട പൂച്ചണ്ട് അമ്മൂമ്മ ഇത് കണ്ടേക്ക. എന്താ ഇത്? ക്യാമറ. എന്തിനാ? അതിനകത്തോണ്ട് ക്യാമറ കാണിച്ചൂടെ? കണ്ട, ഇത് മാത്രമല്ല, ഈ വീടിന്റെ അകത്തും പുറത്തുമായിട്ട് ചുറ്റിനും ക്യാമറ വെച്ചിട്ടുണ്ട് നമ്മള് ഇതേപോലത്തെ. അമ്മൂമ്മ, ഇത് സംഭവം എന്തെന്ന് വെച്ചാല് എവരുടെ ചാനലിന് വേണ്ടി നമ്മൾ എല്ലാരും കൂടെ ചെയ്തൊരു പ്രാങ്കാണ്. അല്ലാതെ ഒറിജിനലായിട്ട് ഞാൻ തോല്ല എവിടെ കെട്ടിക്കൊണ്ട് വന്നതല്ല. ഇത് ചുമ്മാ തമാശക്ക് അല്ലേ? അമ്മൂമ്മനെ ഞങ്ങള് പറ്റിച്ചാന്ന്. നിങ്ങൾ പറയുന്ന എനിക്ക് മനസ്സിലാവത്തില്ല. ഇത് എന്തൊക്കെയാ പറയുന്നേ? എന്റെ അമ്മൂമ്മേ, ഞങ്ങള് പ്രാങ്ക് ചെയ്തതാണ്. ഞങ്ങൾ എല്ലാരും കൂടെ പ്ലാൻ ഇട്ടപ്പോ കേശു പറഞ്ഞു ഞാൻ കല്യാണ ചെറുക്കനാവാം, ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാന്ന്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഇങ്ങോട്ട് പോന്നു. അതെ. എന്റെ കൊച്ചെ, അതൊക്കെ നിന്റെ ഭാവിയെ ബാധിക്കത്തില്ലയോ? അങ്ങനെയൊന്നും ഇല്ല അമ്മൂമ്മ. പിന്നല്ലാതെ. പിന്നെ ഞങ്ങൾ കുറച്ച് വിഷമിപ്പിച്ചിട്ടുണ്ട്. സോറി. അമ്മൂമ്മ, ഇത് റിലീസായി കഴിയുമ്പോ അമ്മൂമ്മയൊക്കെ പിന്നെ ആരാ? ആക്ട്രസ് ഭവാനി വൈറലാവും അമ്മൂമ്മ. അമ്മൂമ്മയാ മെയിൻ. ആ, ചിരിക്ക്. ഓഹോ, അപ്പൊ എല്ലാരോടും അമ്മൂമ്മ പറ്റിച്ചതല്ലേ? അതെ. ആ, അവനെ കേശു ആരെന്നേക്കളെ ഒന്ന് കാണട്ടെ. എന്താ അമ്മൂമ്മ? മക്കളും കൂടെ ചേർന്ന് പറ്റിച്ചതാ അമ്മൂമ്മ. ക്യാമറയിലേ അതുകൂടെ വരട്ടെ. അടിച്ചാ? ആ. അടിച്ചില്ലേ? ആ. ഉറപ്പാണേ? അങ്ങനാണെങ്കിൽ അളിയനെ വിടല്ലേ. അളിയനെ കൊണ്ട് ഈ പരിപാടിക്കകത്ത് മൊത്തം ഇങ്ങനെയാണ് അകത്തും പുറത്തും ഒക്കെ ക്യാമറ വെക്കാനായിട്ട് സാധിച്ചത്. അത് ഇന്നലെ രാത്രി മൊത്തം ഉറക്കമളഞ്ഞ്. പക്ഷേ നമ്മുടെ മുറിയിൽ ഞാൻ ക്യാമറ വെച്ചിട്ടില്ല. അങ്ങനെ തല്ല എന്നെ തല്ലല്ലേ.